ഗായ്സ്, നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഗൈസ്. വീട്ടിൽ ഇരിക്കാത്തൊരു ഡേ ആണ്, അല്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുക ചെയ്യാറ്. ഇന്ന് ഞാൻ പുറത്ത് പോകുന്നൊരു ഡേ, അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ദേ ഇവിടെ അടുത്ത ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, അവിടെ പൂജയുണ്ട്. അപ്പം അവിടെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ തുടരും കാണാൻ പോകും. അപ്പം കാവി പോയിട്ട് വരാം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാവി പോയിട്ട് വന്നായിരുന്നേ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പോകാം. അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എപ്പോഴും അമ്മയുടെ പുറകിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പുറകെ എനിക്ക് വായി നോക്കി ഇരുന്ന് പോവാമല്ലോ. അതിൻ്റെ കൂടെ ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്യൂട്ട്നെസ് കൂടി ഇടാം. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ വിചാരിച്ചത് മൂവി തുടങ്ങുന്നത് 10:15 പക്ഷെ ശരിക്കും പോകുന്ന കഴിക്കാൻ ഞാൻ ടിക്കറ്റ് നോക്കിയത് അതിൻ്റെ അകത്ത് 10:45 മൂവി തുടങ്ങുന്ന ടൈം. ഞങ്ങൾ തിയേറ്ററിലെത്തി ഗൈസ്. ഞങ്ങൾ നേരത്തെ വന്നു. ഞാൻ ഈ അമ്മയെ പറ്റിച്ചു ഗൈസ്. എന്നിട്ട് ഞാൻ ശരിക്കും അമ്മയെ പറ്റിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞ അമ്മ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നാണ്. നല്ല സിനിമയായിരുന്നു ഗൈസ്. ചെറുതായിട്ട് ഇറങ്ങും കുറച്ച് കഴിക്കാൻ പോകാം. നമ്മുടെ പത്തനംതിട്ട പിന്നെ നല്ല ഫുഡ് സ്പോട്ടിനൊക്കെ ഭയങ്കര ക്ഷാമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. കോട്ട പത്തനംതിട്ട നല്ല കടയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള എവർഗ്രീൻ എന്ന് പറയുന്ന കടയിൽ എന്താ വാങ്ങുന്നതെന്ന് അറിയത്തില്ല. നോക്കിയിട്ട് വാങ്ങണം. അമ്മ അവിടെ നിന്ന് ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് കണ്ടവരുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഫുഡ് വന്നു. ഫുഡ് വന്നതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അമ്മയുടെ മുഖത്ത് കാണാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് ജോസ്കോയിലോട്ടാ എൻ്റെ മൂക്ക് കുത്താൻ. ഞാൻ മൂക്കുത്താൻ പോണ അമ്മയ്ക്ക് പേടിയാണ് ഗൈസ്. ഈ അമ്മ എന്നെ കൂടെ പേടിപ്പിക്കുക. ചുമ്മാ മൂക്ക് കുത്താൻ വന്നിട്ട് എന്നെ കൂടെ പേടിപ്പിക്കുക ഈ തള്ള. അങ്ങനെ മൂക്കുത്തിയൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ കുത്താൻ വേണ്ടി പോയി. എൻ്റെ പൊന്നോ, ആ ചേട്ടൻ എൻ്റെ മൂക്ക് കുത്തി കീച്ചെൻ്റെ നല്ല ജീവൻ പോയി. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് മൂക്കുത്തി ചേരും. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ മൂക്കുത്തി. വീട്ടിൽ വന്നു ഗൈസ്. അപ്പം എൻ്റെ മൂക്ക് കുത്തിയത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചേരുവോ ഇല്ലയോ എന്നേ. നല്ല വേദനയുണ്ട് ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. ബൈ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ ബൈ ഗൈസ്. എൻ്റെ മൂക്ക് കുത്തിയത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഓക്കെ.